അല്ല, തെരഞ്ഞെടുപ്പാകുമ്പോൾ വിജയവും പരാജയവും സ്വാഭാവികമാണ്. അതിനെ ആ തരത്തിലേ കാണുന്നുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോട്ടോ ഫിനിഷിലൂടെ ഞാൻ വിജയിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥി നിർത്തിയ അവരൻ പിടിക്കുകയുണ്ടായി. ആ അവരനെ അങ്ങനെ ഒന്നോ രണ്ടോ പേരെ നിർത്തിയെന്നാണ് എൻ്റെ അറിവ്. രണ്ട് പേരെ നിർത്തിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്കും വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ബി ജോയി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു മര്യാദയും അനുസരിച്ച് അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങളാരും മുതിർന്നില്ല. അല്ല, അതൊക്കെ പിന്നീട് പറയാം, പിന്നീട് സംസാരിക്കാം. ഈ വിജയത്തെക്കുറിച്ച് വെച്ചാൽ പൊളിറ്റിക്സിലേക്ക് പോകണ്ട. നമ്മൾ ഈ വിജയം എന്ന് പറയുന്നത് ഈ പല ഘട്ടത്തിലും ആശങ്കകളുണ്ടായിരുന്നു. ഇങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു. അപ്പോഴൊക്കെയും അടൂർ പ്രകാശിന് കൃത്യമായിരുന്നു വിജയിക്കുമെന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ആ വിശ്വാസം അനുസരിച്ച് തന്നെ പരമാവധി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മേഖലയിൽ നിന്നും വോട്ട് കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിൽ നിന്നും വോട്ടുകൾ കിട്ടി. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ആ കാര്യത്തിൽ വളരെ സജീവമായി അവരുടെ പ്രവർത്തനവും മറ്റു കാര്യവുമാണ് ഈ വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞല്ലോ അവരന്മാരെ നിർത്തി, അത്തരത്തിലുള്ള ഒരു മര്യാദഘട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നതാണ്. അല്ല, അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന കാര്യമാണ്. അവരന്മാരെ കൊണ്ട് അത്തരത്തിൽ നിർത്തി വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ യോജിച്ചതല്ല. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? നന്ദി വോട്ടർമാരോട്, എല്ലാവരോടും. അതെനിക്ക് 5 വർഷത്തെ പ്രവർത്തനം അംഗീകരിച്ചു. അതെ, 5 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ട് എനിക്കതിനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു. ആ അവസരം ഒരുക്കിയത് സത്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതിലൊരു അംഗീകാരം എനിക്ക് ജനങ്ങൾ തന്നു. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്.